ഇന്ന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതിനകത്ത് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക്. ഈ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാരിയാണ്. എന്നാൽ ഒരു ടിഷ്യൂ ബ്ലെൻഡ് എന്ന് പറയുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഭയങ്കര തിളങ്ങി നിൽക്കുന്ന സാരിയെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എവിടെയും ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരി. അപ്പം ഇത് ഉടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്ക് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. ആരുടെ ഹെൽപ്പൊന്നും വേണ്ട ഇതൊന്നും ഡ്രേപ്പ് ചെയ്യാനായിട്ട്, നമുക്ക് തനിയെ ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് കളറ് ഒരു ഗോൾഡൻ ഷെയ്ഡ്, ഗോൾഡൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞ കളർ ഗോൾഡൻ അല്ല കേട്ടോ, നല്ലൊരു സറ്റിലായിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് എംബ്രോയിഡറി വർക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്. 2990 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഒന്ന് നോക്കാം. അതേപോലെ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ എയിംസിൻ്റെ സെക്കൻഡ് ഔട്ട്ലെറ്റ് മൂവാറ്റുപുഴയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. April 30 നമ്മുടെ ഇനാഗ്രേഷൻ വരുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്ന ഇതാണ് പാറ്റേൺ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, 2990 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ചെറുതായിട്ടൊരു ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, പക്ഷെ ഒട്ടും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ അല്ല. അതിനകത്തേ കൂടെ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കുമാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ ഒരു സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസും. നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്, ഉടുത്താലും നല്ല ഒതുങ്ങി നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉടുക്കാം, അല്ലാതെ ഉടുക്കാൻ പറ്റുന്ന സാരി കേട്ടോ. ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഹാഫായിട്ടാണ് നമുക്ക് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ സാരി, സോഫ്റ്റാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലും. 2990. ഞാൻ വീഡിയോയിൽ ഉടുത്തിരിക്കുന്ന അതേപോലെ നിൽക്കും, അതേപോലെ നല്ല ഒതുങ്ങി നിൽക്കും കേട്ടോ. ഇതാണ് അടുത്ത കോമ്പിനേഷൻ, ഒരു യെല്ലോയുടെ ഒക്കെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന സാരി. അതിനകത്ത് നല്ല രസമാണ്, അതിൻ്റെ എംബ്രോയിഡറി വർക്ക് ഭയങ്കര രസമുള്ള എംബ്രോയിഡറി വർക്ക്, ടാസിൽസൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് വരുന്നതെന്ന് നോക്കിയാൽ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ. പിങ്കിൻ്റെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ഇതും നല്ലൊരു പിങ്കും ആട്ടോ, ഒരു ഒണിയൻ പിങ്കിനോട് ചേർന്ന ഒരു പിങ്കാണ്, നല്ല ഭംഗിയുള്ള പിങ്ക്, പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡ്. ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന സെയിം ബ്ലൗസ് ഇടാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ഇട്ട് പെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സാരീസിൻ്റെ കളക്ഷൻ. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്